മിസ്റ്റ് 2K25 അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വൈവിധ്യമാർന്ന പരിപാടികൾ ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നടക്കുന്ന ആദ്യത്തെ പരിപാടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ആഘോഷിക്കുന്ന ഗോത്ര ഫെസ്റ്റ് ലെല്ലിലേലെ. GHS പുളിഞ്ഞാലിനെ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ. പ്രിയപ്പെട്ട അംജിത്ത്, സിറാജ്, സാജിദ്, മമ്മൂട്ടി, മനോജ്, ഈയൊരു ഗോത്ര ഫെസ്റ്റുമായി 1-2 ദിവസം ഒരുമയോടുകൂടി നല്ല ടീം സ്പിരിറ്റോടുകൂടി ആത്മാർത്ഥമായി ഇവിടുത്തെ അധ്യാപകരും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇവിടുത്തെ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ഇനിയും പുരോഗതി പ്രാപിക്കേണ്ടതുണ്ട് എന്ന് യാതൊരു ഞാനും നിങ്ങളും അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിദ്യാലയം രൂപീകൃതമായി 70 വർഷം പിന്നിടുന്ന ഈ വർഷക്കാലയളവിൽ ഈ വിദ്യാലയത്തിൻ്റെ 70ാമത് വാർഷികാഘോഷവും അതോടൊപ്പം തന്നെ ഈ വിദ്യാലയം കേവലം ലിറ്റിൽ പ്രൈമറിയിൽ ആരംഭിച്ച് പിൽക്കാലത്ത് ഹൈസ്കൂൾ ഏതൊരു ശില്പവും ആ ശില്പത്തിൻ്റെ ഭംഗി കൊണ്ട് പ്രൗഢമാകുമ്പോൾ ഒരുപക്ഷെ ആ ശില്പത്തിൻ്റെ ശില്പിയെ എവിടെയും പരാമർശിച്ചു പോകുന്നതായി കാണാറില്ല. എന്നാൽ ബഹുമാനപ്പെട്ട HM ഈ സ്കൂളിൻ്റെ മുൻ PTA പ്രസിഡന്റ് മദീനജി, മൈദു, ഹമീദ്, മറ്റ് നമ്മളുടെ വാർഡ് മെമ്പറും ഡിവിഷൻ മെമ്പറുമായ നമ്മുടെ ഈ നാട്ടുകാരനും കൂടിയായ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി, മറ്റ് വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള അധ്യാപകന്മാർ, കുട്ടികൾ, രക്ഷിതാക്കൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുളിഞ്ഞാൽ സ്കൂളിൻ്റെ 70ാം വാർഷികം ആഘോഷിക്കുകയാണ്. വിപുലമായി തന്നെ നമ്മൾ ആഘോഷിക്കാൻ തീരുമാനിച്ചവരും നമ്മളെല്ലാവരും ഒന്നിച്ചെടുത്ത തീരുമാനമാണ്. അത് എത്രയും നല്ല രീതിയിൽ ഭംഗിയായി നമുക്ക് നടത്തണം. എന്തായാലും അതിൽ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് വിശിഷ്ട വ്യക്തികളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല. എങ്കിലും ഇന്ന് നമ്മുടെ ക്ഷണ സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ ഡിവിഷൻ മെമ്പർ, അദ്ദേഹത്തെ പ്രത്യേകമുള്ള ആഹാരം വിതരണം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഹംജിത്തുണ്ട്, ഹഷീമുണ്ട്, സാജിദ് ഉൾപ്പെടെയുള്ള മുഴുവൻ കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ സ്വാഗത സംഘ കമ്മിറ്റിയുടെ പേരിലാണ് നമ്മുടെ ഈ ഒരു ദോഷകരമായ രാസവസ്തുക്കൾ കലർത്താൻ സാധ്യതയുള്ള മറ്റു പാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കളിമൺ പാത്രങ്ങൾ പൂർണ്ണമായും പ്രകൃതിദത്തവും രാസവസ്തുക്കളിൽ നിന്ന് മുക്തവുമാണ്. കളിമൺ പാത്ര പാചകത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഗുണങ്ങളിലൊന്ന് തയ്യാറാക്കിയ വിഭവങ്ങളുടെ സുഗന്ധവും രുചിയും പോഷക ഗുണങ്ങളും നഷ്ടപ്പെടുന്നില്ല എന്നതാണ്. നമ്മൾ കളിമൺ പാത്രങ്ങൾ അല്ലെങ്കിൽ മൺപാത്രങ്ങൾ ഉപയോഗിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന്റെ പിന്നിലുള്ള എങ്ങനെയാണ് നമുക്കിപ്പോൾ അവർ കാണിച്ചു തരും. അപ്പോൾ ശ്രദ്ധാപൂർവം കുട്ടികളിരിക്കുക. നമ്മൾ എങ്ങനെയാണിത് ഉണ്ടാക്കുന്നതെന്ന് അവർ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ